ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡാണ്. ഇന്ന് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിച്ചതാണ് കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന വീഡിയോ ആണ്. ഇതിൻ്റെ സൈഡിൽ ഒരു പോർഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കംഫർട്ടായിട്ട് ഇരുന്നോളൂ കേട്ടോ. ഞാൻ ഇന്ന് ഒരു മുട്ടക്കറിയാണ് വെക്കുന്നത്. അതിന് ഇതിലാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ചോപ്പ് ചെയ്തപ്പോൾ നല്ല സ്മൂത്താണ് കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്യാനൊക്കെ പറ്റും. ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞു വെക്കുന്ന സാധനങ്ങൾ അതിൽ തന്നെ നമുക്ക് വെക്കാം. വേറൊരു പാത്രമോ കാര്യങ്ങളോ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ സവോള നല്ല വൃത്തിയായിട്ട് അരിഞ്ഞ് ഓരോ സൈഡിലോട്ട് നീക്കി നീക്കി വെക്കുന്നുണ്ടായിരുന്നു. നല്ല സ്മൂത്താണ് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ഉള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ. മേടിച്ചാലും നല്ല വേർത്താണ്, അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 400 സംതിങ് രൂപയായിരുന്നേ. ആ വിലയ്ക്ക് ഇത് സൂപ്പറാണ്. അങ്ങനെ ഞാൻ നമ്മുടെ മുട്ടക്കറിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിൽ തന്നെ വെച്ച് എടുക്കുമായിരുന്നേ. ആദ്യമേ സബോള അരിഞ്ഞൊരു സൈഡിൽ വെച്ചു, കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളിയുമാണ് കേട്ടോ ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. സിമ്പിളായിട്ടൊരു മുട്ടക്കറിയാണ് കേട്ടോ. ഇത് വൈകിട്ടത്തേക്ക് വേണ്ടി നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. ആദ്യമേ കുറച്ച് ഓയിൽ ഒഴിച്ചു, അതിലേക്ക് ആ ഓയിലൊന്ന് ഇച്ചിരി ഇതായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സബോള ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, പെട്ടെന്ന് വഴഞ്ഞു വരാനാണ്. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കണം കേട്ടോ. അപ്പം നന്നായിട്ടത് ഇതിലിരുന്ന് ആവിയിൽ വെന്തോളും പെട്ടെന്ന്. പിന്നെ നമ്മൾ ഈ ഒരു ഇതിലാണ് കേട്ടോ മുട്ട ബോയിൽ ചെയ്തെടുക്കുന്നത്. ഇത് അടിപൊളിയാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നോവയുടെയാണ് കേട്ടോ. അധികം റേറ്റ് ഒന്നും വരാത്തതാണ്. പക്ഷേ ഞാനിപ്പോൾ വാങ്ങിയിട്ട് 2 വർഷമായിട്ടുണ്ട് കേട്ടോ. അടിപൊളി സാധനമാണ്. ഞാൻ ഇതിലാണ് അന്ന് തൊട്ട് ബോയിൽ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കുന്നത് നല്ല സൂപ്പറായിട്ട് വെന്ത് വരും കേട്ടോ. പിന്നെ നമ്മുടെ സബോള ഇടയ്ക്ക് പോയി ഞാനൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് കുറച്ചൊന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് വെക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടി. എന്നിട്ട് പിന്നെ ഒന്നുകൂടി എടുത്തിട്ട് നമ്മുടെ തക്കാളി അതിനകത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ഇളക്കി വെക്കണം കേട്ടോ. അതെല്ലാം കൂടി വാടി നല്ലതായിട്ട് വരണേ. നമ്മുടെ ഈ മുട്ടക്കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അന്നേലേ ഉള്ളൂ അതിൻ്റെ ആ ടേസ്റ്റ് അതിലോട്ട് ഇറങ്ങത്തുള്ളൂ. പിന്നെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിതിൽ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മീറ്റ് മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറണം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെക്കുവേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതെല്ലാം കൂടി ഇറങ്ങുമല്ലോ. എന്നിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കും കേട്ടോ ആ വെള്ളം. അത് ഇങ്ങനെ വഴലാൻ വേണ്ടി വെക്കും. പിന്നെ അതിനിടയ്ക്ക് മുട്ട പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് വഴണ്ട് വരുമ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഗ്രേവി പോലെ ആക്കി തിക്കായിട്ട് എടുക്കണം കേട്ടോ. തിക്കായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിങ്ങനെ ആ വഴലുന്നതാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ഉപ്പും കാര്യങ്ങളുമൊക്കെ നോക്കണം കേട്ടോ ഇടയ്ക്ക്. അതനുസരിച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ മുട്ട ഇതാ ബോയിലായി വന്നായിരുന്നു. പിന്നെ ഞാനതൊന്ന് മുട്ടയെല്ലാം കൂടി പൊളിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിൽ കണ്ടോ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് മുട്ട പൊളിച്ചെടുക്കാൻ പറ്റുമേ. നന്നായിട്ട് വേഗമാകും കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇതിൽ ഞാൻ വെക്കുന്നത്. നമ്മൾ ഡയറ്റിൻ്റെ ആവശ്യത്തിനൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് മുട്ട എടുക്കാൻ പറ്റും കേട്ടോ. വിശക്കുമ്പോൾ തന്നെ വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് കുക്കായി വരുവേ. എന്നിട്ട് നമ്മൾ ഈ മുട്ട അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണേ. നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. നല്ല മൊരിഞ്ഞ പോലെ വരണം, നല്ല വഴണ്ട് വരും കേട്ടോ. അതാണ് അതിൻ്റെ ആ ടേസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് മുട്ടയും കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി എടുത്താൽ മതി കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇത് കുറച്ച് നേരം ഒന്ന് വെക്കുമ്പം തന്നെ നമ്മുടെ മുട്ട നല്ല സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് സെറ്റാക്കി ഒന്ന് എടുത്താൽ മതി. ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ വേണേലും കൂടെ പോകും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. തുറക്കുമ്പോൾ നല്ല മണമാണ്. നമ്മുടെ ചിക്കൻ കറിയുടെയൊക്കെ ഗ്രേവിയുടെ ആ ഒരു സ്മെല്ല് വരും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വേറൊരു ഫ്ലേവർ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വറ്റി നല്ല ഇങ്ങനെ വരണ്ടിരിക്കുന്ന കറികൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് കേട്ടോ നമ്മുടെ മുട്ടക്കറി. ഇതിൻ്റെ കൂടെ ഇന്ന് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചപ്പാത്തിയാണ് കേട്ടോ. റെഡിമെയ്ഡ് ചപ്പാത്തി തന്നെയാണ് കേട്ടോ ഇന്ന് എടുക്കുന്നത്. ഇന്ന് വേറൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇല്ലേ ഈ മുട്ടക്കറി ഉണ്ടാക്കി ആ പാത്രത്തിലോട്ട് ഒരു ഇച്ചിരി ശകലം ചോറിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ച് കഴിക്കണം കേട്ടോ. എനിക്ക് ഏത് ചിക്കൻ കറി ആണെങ്കിലും ഏത് കറി ആണെങ്കിലും ഈ പാത്രത്തിലോട്ട് ഇച്ചിരി ചോറിട്ടിട്ട് ഒന്ന് നമ്മളിങ്ങനെ ഇത് ഇളക്കി അങ്ങ് കഴിക്കണം കേട്ടോ. എന്ത് ടേസ്റ്റാണെന്നറിയോ, വായിക്കൂടിയൊക്കെ വെള്ളം വരും കേട്ടോ. ഡയറ്റ് ആയതുകൊണ്ട് അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ 2 വാ മാത്രമേ കഴിച്ചുള്ളൂ. ബാക്കി കുട്ടികൾക്ക് കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ചപ്പാത്തി ആവശ്യത്തിന് ഞാൻ ചുട്ടെടുക്കുവാണേ. റെഡിമെയ്ഡ് ചപ്പാത്തി തന്നെയാണ് കേട്ടോ എളുപ്പത്തിന് വേണ്ടി എടുത്തത്. കാരണം എനിക്ക് ഡയറ്റ് ആയതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ ഫുഡ് കഴിച്ച് നിർത്തിയായിരുന്നു. പിന്നെ ഇവർക്കുള്ള ഫുഡാണ് കേട്ടോ. അപ്പം നോക്കിയപ്പോഴത്തേക്കും വേറെ സാധനം ഒന്നും ഇരിപ്പില്ല. അപ്പം പിന്നെ പെട്ടെന്ന് ചപ്പാത്തിയാണ് കേട്ടോ വാങ്ങിയത്.
ഇതാകുമ്പോൾ നമുക്കും എളുപ്പമുണ്ടല്ലോ. ഇടയ്ക്കൊക്കെ ഇത് ഞാൻ വാങ്ങിക്കും കേട്ടോ. ഇതുപോലെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇതുപോലെ മേടിക്കും കേട്ടോ. എന്തായാലും ഇതും മുട്ടക്കറിയൊക്കെ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തി ആവുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ വേണമല്ലോ. ഇതാകുമ്പോൾ നമുക്ക് ഓയിലൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് ഇത് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇതാണ് കേട്ടോ കൂടുതലും പെട്ടെന്ന് എളുപ്പപ്പണികൾക്ക് വേണ്ടി ഇതാണ് കേട്ടോ എടുക്കുന്നത്. ഇതിങ്ങനെ 4ആയിട്ട് മടക്കി നമ്മുടെ കാസറോളിലിട്ട് വെച്ചാൽ നല്ല ചൂടായിട്ട് തന്നെ കഴിക്കുമ്പം അവരപ്പം തന്നെ അത് കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചപ്പാത്തിയും നല്ല റോസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കോമ്പിനേഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.